ലോകപ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിക്രം അംബാലാൽ സാരാഭായിയുടെ ചരമദിനം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്നാണ് വിക്രം സാരാഭായി അറിയപ്പെട്ടിരുന്നത്. 1919 ആഗസ്റ്റ് 12 ഗുജറാത്തിൽ അഹമ്മദാബാദിലെ ഒരു ധനിക ജൈന കുടുംബത്തിൽ ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഗുജറാത്തി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസായ സാരാഭായി 1940 പ്രകൃതിശാസ്ത്രത്തിൽ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. ഇന്ത്യയിൽ തിരിച്ചെത്തിയ വിക്രം സാരാഭായി CV രാമൻ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഗവേഷണം ആരംഭിച്ചു. 1947 കോസ്മിക് റേകളെക്കുറിച്ച് ഗവേഷണം നടത്തി PhD നേടി. തുടർന്ന് അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ കോസ്മിക് റേകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഫിസിക്സ് പ്രൊഫസറായി. തുടർന്ന് 1965 ലബോറട്ടറി ഡയറക്ടറായി. അതിനിടയിൽ ഇന്ത്യയിലെ അണുശക്തി കമ്മീഷനിൽ അദ്ദേഹം നിയമിതനായി. ഉപഗ്രഹ വിക്ഷേപണത്തിൽ അദ്ദേഹം പ്രത്യേക താൽപര്യം കാട്ടി. ബഹിരാകാശ ഗവേഷണത്തെ വെറും ശൂന്യാകാശ യാത്രകളായി വഴിതിരിച്ചുവിടാതെ വാർത്താവിനിമയത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും ഉപയോഗപ്രദമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന നാമകരണം ചെയ്തു. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണത്തിന്റെ ശില്പിയും വിക്രം സാരാഭായിയാണ്. റോക്കറ്റുകളും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നതിൽ കഴിവുള്ള ഒരു നല്ല സംഘത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പിൽക്കാലത്ത് ഇതിലൂടെ ഭാരതത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകമായി. 1975-76 കാലഘട്ടത്തിൽ നാസയുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് നടത്തിയ ടെലിവിഷൻ പരീക്ഷണം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. സൈറ്റ് എന്ന സംവിധാനം ഉപയോഗിച്ച് 2400 പിന്നാക്ക ഗ്രാമങ്ങളിൽ ആധുനിക വിദ്യാഭ്യാസം എത്തിക്കാനും വിക്രം സാരാഭായി പദ്ധതിയുണ്ടാക്കി. മലയാളിയും പ്രശസ്ത നർത്തകിയുമായ മൃണാളിനി സാരാഭായിയാണ് വിക്രം സാരാഭായിയുടെ സഹധർമ്മിണി. 1971 ഡിസംബർ 30 വിക്രം സാരാഭായി അന്തരിച്ചു. 1966 രാജ്യം പത്മഭൂഷണും 1972 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു.